പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി. ക്യാഷിയറെ സസ്പെൻഡ് ചെയ്തു. 2014 മുതൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ ക്യാഷിയറായി പ്രവർത്തിച്ചു വരുന്ന കോണത്തുകുന്ന് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ 55 വയസ്സുള്ള ത്രിദീപിനെയാണ് കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. മാർച്ച് 23-ന് നഗരസഭ റവന്യൂ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുന്നത്. 24-ാം തീയതി മുൻ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി പരിശോധന നടത്തിയതിൽ 14 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് 2 വർഷത്തെ കണക്ക് പരിശോധിച്ചതിൽ 46 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു. 25-ാം തീയതി നഗരസഭാ സെക്രട്ടറി LSGD ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് LSGD ഓഫീസിൽ നിന്നുള്ള അന്വേഷണ സംഘം നഗരസഭയിലെത്തി പരിശോധന ആരംഭിച്ചത്. അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് LSGD റിപ്പോർട്ട് കൈമാറുകയായിരുന്നു. തുടർന്നാണ് കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ക്യാഷിയറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃഷിവകുപ്പിൽ നിന്നും പുനർവിന്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ത്രിദീപൻ ഇരിങ്ങാലക്കുട നഗരസഭയിലെത്തുന്നത്. 2014 മുതലാണ് ഇയാൾ ക്യാഷിയറായത്. 13 വർഷമായി ഇയാൾ ഈ പോസ്റ്റിൽ തുടരുകയായിരുന്നു. ഓരോ ദിവസവും ബാങ്കിലേക്ക് അടയ്ക്കുന്ന പണത്തിന്റെ രേഖകൾ കൃത്രിമം നടത്തിയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. നഗരസഭയിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി ചുമതലയേറ്റ നഗരസഭാ സെക്രട്ടറി ഇരിങ്ങാലക്കുട പോലീസിലും വിജിലൻസിലും പരാതി നൽകിയിട്ടുണ്ട്. സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട LDF അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് ജനങ്ങളെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ധർണ CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ CC ഷിബിൻ, അൽഫോൺസ തോമസ്, K പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഇരിങ്ങാലക്കുട ദുർഭരണം, ഇരിങ്ങാലക്കുട നഗരഭരണം, അഴിമതി മാത്രം മുഖമുദ്ര. ഓരോ സമയത്തും ജനങ്ങളെ അറിയിക്കുകയും ഈ ഭരണസമിതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിലിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ ഈ അഴിമതികൾക്കെതിരായിക്കൊണ്ട് ശബ്ദമുയർത്തുമ്പോൾ തങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് അടിച്ചമർത്താനും ആ ഭൂരിപക്ഷം അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ, അഴിമതി നടത്താൻ കൂട്ടുനിൽക്കാനുള്ള അവസരമായി കണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇതുവരേക്കും പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ്. ഇപ്പോൾ ഇത് മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിൽ നിരവധിയായിട്ടുള്ള നികുതികൾ, പ്രത്യേകിച്ച് കടകളുടെ ലൈസൻസ് പുതുക്കുന്ന സമയമാണ്, നമ്മുടെ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്ന സമയമാണ്, വിവിധ സ്ഥാപനങ്ങൾക്ക് തുടർന്ന് അടുത്ത സാമ്പത്തിക വർഷം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസ് ഫീസുകളും അടയ്ക്കുന്ന സമയമാണ്. അപ്പോഴാണ് അടയ്ക്കുന്നതിൻ്റെ 50% അടിച്ചു മാറ്റുന്ന മുനിസിപ്പാലിറ്റി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയാണ് എന്നുള്ളത് പുറത്തു വരുന്നത്. ഇത് ഇന്ന് പുറത്തു വന്നൊരു കാര്യമല്ല. ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി ഈ കാര്യം നടക്കുമ്പോൾ ഇവിടെ വലിയ അഴിമതിക്കെതിരായിട്ട് നിൽക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഈ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും ചേർന്ന് ഇത് ഒത്തുതീർക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 10-16 ലക്ഷം രൂപ അടച്ച് പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവരായി ഭരണസമിതിയുണ്ട് എന്ന് പുറത്തു വന്നിരിക്കുകയാണ്.
ഇരിങ്ങാലക്കുട നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. ഉത്തരവാദികളിൽ നിന്നും പണം തിരിച്ചുപിടിക്കണമെന്നും അധികാരത്തിലിരുന്ന UDFന്റെ ഒത്താശയോടെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതെന്നും യോഗം ആരോപിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്മിത കൃഷ്ണകുമാർ, വിജയകുമാരി അനിലൻ, രമീള സതീശൻ, ആര്യ സുമേഷ്, ഗീത പുതുമന എന്നിവർ പ്രസംഗിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ R ബിന്ദുവിന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. തിങ്കളാഴ്ച മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ എടയാറ്റുമുറിയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പട്ടേപ്പാടം കുതിരത്തടത്തിൽ സമാപിച്ചു. LDF നേതാക്കളായ P മണി, NK ഉദയപ്രകാശ്, TK വർഗീസ്, ബിജു ആന്റണി, VA മനോജ് കുമാർ, TG ശങ്കരനാരായണൻ, AV അജയൻ, KK ശിവൻ, മിഥുൻ പോട്ടക്കാരൻ, റഷീദ് കാർളം, ശരത് ചന്ദ്രൻ, അഖിൽ ലക്ഷ്മണൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. വികസന നായിക സഖാവ് ഡോക്ടർ R ബിന്ദു, നമ്മുടെ സ്വന്തം ബിന്ദു ടീച്ചർ, ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ ഹൃദയ നൂറ് ശതമാനം കൂറ് പുലർത്തിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ വിനീതമായ വിശ്വാസം. അതുകൊണ്ടാണ് 50 വർഷത്തിലേറെ കാലമായി ഇരിങ്ങാലക്കുടയുടെ വികസന സ്വപ്നങ്ങളുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം ഈ സർക്കാരിൻ്റെ കാലത്ത് സാക്ഷാത്കരിക്കാനായത്. 52 കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോയി സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി കഴിയുമ്പോൾ ആ ജംഗ്ഷൻ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഹൃദയ ഭൂമി മുഖച്ഛായ മാറുന്ന വിധത്തിലുള്ള വലിയ ഒരു പദ്ധതിയായി തീർന്നിരിക്കുകയാണ്. ആധുനിക നഗരങ്ങൾക്കനുസൃതമായ വിസ്തൃതമായ ഒരു ജംഗ്ഷനായി അത് മാറിക്കഴിഞ്ഞു. അതിനോട് ചേർന്ന് ജനറൽ ഹോസ്പിറ്റലിന് പണിതിട്ടുള്ള പുതിയ കെട്ടിടം കൂടി വന്നപ്പോൾ ആ പ്രദേശം നമ്മുടെ മണ്ഡലത്തിന്റെ മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും അടയാളമായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ കാർളം, പൊറത്തുശ്ശേരി ടൗൺ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. കാർളം, ചെമ്മണ്ട, ബാലവാടി പരിസരത്തു നിന്നും ആരംഭിച്ച പര്യടനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MP ജാക്സൺ, KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ KK ശോഭനൻ, ആൻഡോ പെരുമ്പള്ളി, TV ചാർലി, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ എന്നിവർ പ്രസംഗിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ആളുകളും ഈ നാടിന്റെ പുത്രന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്ന ചിന്തയോടുകൂടി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. എല്ലാവരുടെയും സഹകരണം തേടി MLA എല്ലാവരുടെ ഉത്തരവാദിത്വമുള്ളതാണ്. ഒരു MLA എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി തന്നെയാണ് 15 വർഷ കാലഘട്ടം നാം പ്രവർത്തിച്ചത്. 2001 മുതൽ 2014 വരെയുള്ള കാലഘട്ടം ഒന്നിച്ചുകൊണ്ട് നമ്മൾ വികസനത്തിന്റെ പൂമഴ ഇരിങ്ങാലക്കുടയിൽ പെയ്യുകയുണ്ടായി.
ആ പൂമഴയിൽ ആ പൂമഴ അടിത്തറയാക്കി വെച്ചുകൊണ്ട് ഇരിങ്ങാലക്കുടയെ കൂടുതൽ സ്മാർട്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിലെല്ലാവരും കൂടെ ഉണ്ടാകണം. ഇരിങ്ങാലക്കുട സ്മാർട്ടാക്കണം. നമ്മൾ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എങ്ങുമില്ലാത്ത സമയത്ത് ഇരിങ്ങാലക്കുട കൊടുത്തപ്പോൾ പലപ്പോഴും എങ്ങനെ ഭാരതത്തിലെ ഒരു സ്ഥലത്തും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വൈദ്യുതി കണക്ഷൻ സന്ദർഭത്തിൽ ഇരിങ്ങാലക്കുട ആദ്യമായി എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ നിയോജകമണ്ഡലമായി മാറി. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ നമുക്ക് ഇരിങ്ങാലക്കുടയെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈടെക്കാണ്. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമ്മുടെ യുവാക്കൾക്ക് വേണ്ടത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതനങ്ങളാകുന്ന വികസന കാര്യങ്ങളാണ്. മാറി മാറി വിജയിച്ച LDF UDF മുന്നണികൾ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെ വികസന മുരടിപ്പിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2011 മുതൽ BJPയും തുടർന്ന് NDAയും ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചു വരികയാണെന്നും ഇക്കുറി അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും കണക്കുകൾ ഉദ്ധരിച്ച് സന്തോഷ് ചെറാക്കുളം പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ആവർത്തിക്കാനാകുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ NDAക്ക് വോട്ട് കുറഞ്ഞിട്ടില്ലെന്നും സന്തോഷ് ചെറാക്കുളം അവകാശപ്പെട്ടു. ഇവിടെ മാറി മാറി ഭരിച്ച LDFും UDFും ഇരിങ്ങാലക്കുടയെ ഒരു മുരടിപ്പിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി മാറാത്തും മാളും വികസിത കേരളം വികസിത ഇരിങ്ങാലക്കുട എന്ന മുദ്രാവാക്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ ഉടനീളം ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി ഇവിടെ എത്തുകയും എല്ലാ സ്ഥലങ്ങളിലും തൃശ്ശൂരിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും NDAക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരുവാൻ സാധിച്ചു. എല്ലാ സ്ഥലങ്ങളിലും NDA ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തൃശ്ശൂരിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നല്ല വർക്കുകൾ നടക്കുന്നുണ്ട്. 2016 ഞാൻ മത്സരിച്ചപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഒരു സംവിധാനം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് മാറ്റം വന്നു. NDA വളരെയധികം വളർന്നു. 2020 BDS ഒക്കെ ശക്തമായിട്ട് നമ്മളുടെ കൂടെ ഉറച്ചു നിൽക്കുന്നു. ചോദിച്ചു മക്കളൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയും അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം എവിടെ ചെന്നു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ എന്താണ് ഉന്നത വിദ്യാഭ്യാസം? ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികൾ എന്തിന് വിദേശത്തേക്ക് പോകണം? അതേപോലെ തന്നെ തൊഴിലവസരങ്ങൾ കേരളത്തിൽ എന്താണ് തൊഴിലവസരങ്ങളുള്ളത്? നമുക്കറിയാം കേരളത്തിൽ ഒരു വ്യവസായം വരുന്നില്ല. വ്യവസായം പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് LDFനും UDFനും ഉള്ളത്. അപ്പോൾ നമുക്കറിയാം കിറ്റക്സ് ഇപ്പോൾ ഏത് സംസ്ഥാനത്തേക്ക് എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന സംഭവമാണ്. കിറ്റക്സ് മറ്റ് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ എന്താണ് ഇവിടെ ഒരു വികസനം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടി ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.